guys, welcome back to Hamdan's Vlogger 2.0 guys. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് ഫ്രാങ്കൻസ്റ്റൈൻ ഗോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ വാപ്പാടെ ഫോണിനകത്തുണ്ട് ഗൈസ് ഈ സാധനം. ഞാൻ വെറുതെ ഒരു രസത്തിന് ഞാൻ പണ്ട് എപ്പോഴും കളിക്കുമായിരുന്നു ഗൈസ്. ഇത് ഇച്ചിരി പണിയുള്ള സാധനമാണ്. ബിക്കോസ് ഇത് കണ്ട ഇതുപോലത്തെ സംഭവമാണ് ഗൈസ്. കണ്ട നമ്മൾ ഇതൊക്കെ ചെയ്യാൻ ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണ് കാണും. ആ പെണ്ണിനടുത്ത് പോയി നിൽക്കണം. ഇത്രയേ ഉള്ളൂ ഗെയിം, വേറൊന്നും ഇല്ല പ്രത്യേകിച്ച്. അതന്നെ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ വാങ്ങിക്കാൻ പറ്റും ഗൈസ്. ഒരു 30 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാരക്ടറിന് എടുക്കാം. ഞാൻ ഈ ക്യാരക്ടർ എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഓടിക്കോ അല്ലെങ്കിൽ അവിടെ സംഭവിച്ചു. ഇവിടെ ഇലക്ട്രിക് ഓഫ് ആക്കണം. അയ്യോ ഒരു സെക്കൻഡത്തേക്ക് ഗൈസ്. അയ്യോ ഹെൽത്ത് കിട്ടി. ഫിനിഷായി ഗൈസ്. അത്രയുള്ളൂ. ഇനി ഇത് ഇവിടെ പടത്തിനകത്ത് ഞാൻ കുറേ കളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഹെൽത്ത് പോച്ച് എന്നെ പാത്താ തമ്പി. അവൻ ചത്ത്. ഇനി അതടച്ച് ഇനി പോണം. ലിവർ അടച്ച് ഇനി അടക്കി. അയ്യോ നമുക്ക് ഈ സാധനം എന്തിനാ അടിച്ചത് അറിയോ? ഒന്നും നോക്കാതെ ഈ മേളിൽ ഇരിക്കുന്ന അപ്പം കണ്ടോ ഗൈസ്. ഇയാൾക്ക് ഈ സാധനം കൊടുത്താൽ ഇയാൾ നമുക്ക് ഈ കീ തരും. ഈ കീയും കൊണ്ട് ഓടിപ്പോയി നമ്മൾ ഇതിട്ട് തുറന്നിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ അവളുണ്ട്. കഴിഞ്ഞ ഗെയിം ഇത്രയൊന്നും അല്ല, ഇനിയും കൂടുതലുണ്ട്. നമുക്ക് ഈ ക്യാരക്ടറിനെ സെറ്റാക്കാൻ സുഹൃത്തുക്കളെ. നമ്മൾ ഈ ക്യാരക്ടർ എടുത്തത് അങ്ങനെ ഹെൽത്ത് കൂടുതലുള്ള ക്യാരക്ടർ അങ്ങനൊന്നും ഇല്ല. ക്യാരക്ടർ തന്നെ പിന്നെ ഇച്ചിരി രൂപത്തിലുള്ള ക്യാരക്ടേഴ്സ് നല്ലതാണ്. ഓ ഉള്ള ഹെൽത്ത് പിന്നെയും കൊണ്ടേ കളഞ്ഞു സാ. ഞാൻ എന്ത് ചെയ്യാനാന്ന് നോക്കണേ ഗൈസ് നിങ്ങൾ. ഇതെടുത്തു കഴിഞ്ഞാലുള്ള ഗുണം നമുക്ക് ഇത് വെച്ചിട്ട് മറ്റേ എല്ലാ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഹെൽത്ത് വെറുതെ കൊണ്ടേ കളഞ്ഞു. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഗൈസ് വരട്ടെ. പുള്ളി ഇവിടെ എത്തുമ്പോൾ ഞാൻ അങ്ങോട്ട് ചാടും. ഇതിനകത്ത് തറയെ വീണ് കഴിഞ്ഞാൽ ഹെൽത്ത് പോകുന്നൊരു ലെവലുണ്ട് ഗൈസ്. ഭയങ്കര പാടാണ് ഗൈസ്. അത് സാധനം നോർമൽ പോലൊന്നും അല്ല. അതാണടാ ഡിഫിക്കൽട്ട് സാധനം മോനെ. ഇത് താഴെ പോയിട്ട് മറ്റില്ല അതൊന്നും വേണ്ട. അല്ലെങ്കിൽ ഗ്ലിച്ച് വരുന്നതാണല്ലോ. ഓടാണ്ടോ എനിക്ക് തോന്നി. എന്നിട്ട് ഇത് ഗൈസ് എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള സാധനമാണ് ഗൈസ്. ഈ നമ്മുടെ റിയൽമി ഫോണില്ലേ ഗൈസ്, ആ ഫോണിനകത്ത് ക്രാബുണ്ടോ കണ്ടന്റ് ഉണ്ട്. ഇവൻ്റെ ഒറ്റ അടിക്ക് നല്ല ഹെൽത്ത് പോകും ഗൈസ്. ഒരൊറ്റ കട്ട പോവും. അയ്യോ ഞാൻ ഓടി. ക്രാബൻ ചാട്ട് തരാതെ ഇച്ചിരി സീനാണ്. ക്രാബിന് നല്ല കടി കിട്ടും സുഹൃത്തുക്കളെ. മനസ്സിലായി? കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? അയ്യോ ഈ മായാവിയെ കണ്ട ഗൈസ്. ഈ പെണ്ണിച്ചിരി ഉരുത്തം കെട്ട പെണ്ണാണ് ഗൈസ്. ഇവിടെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കിട്ടും. എന്നിട്ട് നേരെ മേളിലേക്ക്
എന്തോ ഭാഗ്യത്തിനായിട്ട് ഇവള് നമ്മളെ കാണുന്നില്ല. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മളെ കാണുന്നില്ല എന്ന് പറയാം. ഈ സാധനം മൊത്തം കിട്ടി. നമുക്ക് ഒരു ക്യാരക്ടറിന് എടുക്കാൻ പറ്റും. ഇതിട്ട് നമ്മൾ ഇതങ്ങോട്ട് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതാണ്ടേ ഫിനിഷ്. സിമ്പിളാണ് ഗൈസ്. എൻ്റെ ഒരു ലൈഫ് പോലും കുറച്ചില്ല. കണ്ട നമ്മൾ ആ ക്യാരക്ടറിനെ വെച്ചിട്ടാണ്. ഇത് ഇച്ചിരി സീനാണ് ഗൈസ്. ഞാനുണ്ടല്ലോ പണ്ട് ഒരു പരിപാടി ഇത് തന്നെ നിൽക്കും, ഹെൽത്ത് അങ്ങ് പോകും. കാരണം ഈ സാധനം കണ്ട ഇത് താഴോട്ട് എടുക്കും. പിന്നെ നമ്മൾ ഈ എലവേറ്ററിൽ കയറിയിട്ട് മേലോട്ട് പോയി ഈ ചെറുക്കനെടുത്ത് വരണം. അപ്പോൾ ഇവര് ടെഡി വേണമെന്ന് പറയും. ടെഡി അവിടെ സംഭവം കിടക്കുന്നത്. ഇവന് ആപ്പിളും വേണം. സംഭവം ഒന്നുമല്ല. അതെ ഒരു ടെഡി എടുക്കുക, ഇവനെ കൊടുക്കുക, ഇവനൊരു ആപ്പിൾ കയറി. ആ ആപ്പിളാണ് മറ്റില്ല അവനെ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇവൻ നൈസിനങ്ങ് ഇതാവും. നോക്കട്ടെ. അയ്യോ മറ്റേ ലവ ഇത് കണ്ട. ഈ ക്യാരക്ടർ കണ്ടോ ഗൈസ്? നല്ല കുത്തുന്ന പരിപാടിയുള്ള പരിപാടി. ഇറങ്ങിപ്പോടേ. ഒന്നും നോക്കുന്നില്ല. എടുക്കുന്നു, കയറുന്നങ്ങ് പോകുന്നു. ഓ കഴിഞ്ഞില്ലേ? അടുത്തത് മറ്റേ ഇല്ല താക്കോൽ വേണം. താക്കോൽ വേണമെന്നുണ്ടെങ്കിൽ ഗൈസ് കൊണ്ടേ കൊടുത്ത താക്കോൽ ഇവിടെ ഇത് അഴിച്ചത് കഴിഞ്ഞ് നല്ലതല്ല. അറഞ്ഞ മുറഞ്ഞം കിട്ടും ഗൈസ് സാധനം. ഇനി നമ്മൾ അവിടെ പോകുന്നു. താങ്കു എല്ലാം തന്നത്തിന് താങ്കു സാധനം ഇട്ടിട്ട് വലിക്കണം. അവിടെ വലിയും. ഇവിടെ വരണം, ഇടണം. കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ എത്ര ടൈം എടുക്കുമെന്ന് എനിക്ക് പിടിച്ചില്ല ഗൈസ്. 80 എടുക്കുകയാണെന്ന് പറ്റില്ല. ഇവനെടുക്കാം. ഈ ക്രാബ് കഴിഞ്ഞിട്ടുള്ള ഒരു ലെവലുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഒന്നേ ഇവൾക്കൊരു ക്യൂബ് വേണമെന്ന് പറയും ഗൈസ്. നമ്മുടെ ക്യൂബ് നമ്മുടെ ഈ അപ്പാപ്പൻ കണ്ടോ? അപ്പാപ്പൻ എടുത്താനുള്ളത്. അപ്പാപ്പൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മറ്റില്ല സാധനം. ഇത് ഭയങ്കര ഹെൽത്ത് കുറയ്ക്കും ഗൈസ്. ഈ കോഴി പൂവൻകോഴി നമുക്ക് നൈസ് അങ്ങോട്ട് ഇവൾക്ക് ഇത് കൊടുത്തതിന് ശേഷം ഇവൾ ഈ താക്കോല് വരും. നമ്മൾ അപ്പാപ്പൻ പോകുന്നു. പോയി പെട്ട് ഹെൽത്ത് കുറഞ്ഞ് തോബ താത്ത കോഴി മുട്ടായി. ഇവനൊരു സ്പാനറാണ് ഗൈസ്. ആ സ്പാനറാണ് മേടിക്കണം. ഇവനങ്ങ് എടുത്താൽ പോരാ ഗൈസ്. നമ്മളെ കൊണ്ട് തന്നെ കഷ്ടപ്പെടുത്തി ഇരിപ്പിക്കണം. ഈ സ്പാനർ എടുത്താണ് ഈ സാധനം തരും. അതെന്തിനാ മനസ്സിലായത്? ഇവിടുത്തെ ഈ മരം മുറിക്കണം. ഹെൽത്തൊന്നും പോയില്ല ഗൈസ്. അതെന്തായാലും ഈ അവിടുത്തെ താക്കോൽ ഇവിടത്തേക്കാണ്. ഈ ക്രിസ്റ്റ് ഈ അനങ്ങാണ്ട് നിൽക്കുന്ന വേറെ ചില സാധനങ്ങളുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് ഗൈസ്. ഒറ്റ അടിക്ക് ഹെൽത്ത് ഇതുപോലത്തെ സാധനങ്ങൾ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. പിന്നെ 40 ഉണ്ട്. 80 ഉണ്ടായാലേ ഈ ഇതുണ്ടല്ലോ കുത്തിയിരുന്ന് ഞാൻ നോക്കിയിട്ടും എനിക്കിത് എന്താണെന്ന് മനസ്സിലായില്ല. സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട. ഇവനൊരു കേക്ക് വേണം. ഈ കേക്ക് എവിടെയെന്ന് അറിയോ? ഏറ്റവും അടിയിൽ ഒരുത്തനുണ്ട് ഗൈസ്. അവൻ്റെ കയ്യിലാണ് ആ കേക്ക് ഉള്ളത്. വേണ്ടേ? നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു തവച്ചട്ടം കാണും. ഇയാൾക്ക് ഈ കോയിൻ വേണം ഗൈസ്. അത് കഴിഞ്ഞാൽ വേണ്ടേ ഈ സാധനം എടുക്കണമെങ്കിൽ ഇവന് മീറ്റ് വേണം. ആ മീറ്റ് വേണ്ടേ ഇങ്ങോട്ട് വരിക, ഇവിടെ വരിക, ഈ സാധനം അമർത്തുമ്പോൾ ഇവിടെ മറ്റേ അൺലോക്ക് ആവും. ഇവിടെ പോയിട്ട് നമ്മൾ ഈ ക്രോസ് ബോയും ഈ കീയും എടുക്കുക. ക്രോസ് ബോയും കീ ആവശ്യമുണ്ട്. ഇതാണ്ട് ഇതങ്ങോട്ട് വെക്കുക. ഇതാണ്ട ഇതിലൊക്കെ തട്ടിയ ഹെൽത്ത് പോകും ഗൈസ്. നല്ല ഇതാണ്. എന്നിട്ട് നമ്മൾ ഇതിലൂടെ കയറുക. ഇവിടെ ഒരു എലവേറ്റർ ഉണ്ടായിരുന്നു ഗൈസ്. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പൊന്നെ എന്തേരം കഷ്ടപ്പെട്ട് അന്ന് ഇതൊക്കെ എൻ്റെ എത്ര വലിയത്. ഇപ്പൊ ഒരു മീറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഇവന് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്കൊരു വതി ഉണ്ട്. കൊടുത്തതേ അത് കടന്നാൽ നമ്മൾ ഇതിലൂടെ പോവുക. ഇത് കണ്ട
ഈ സാധനം അതുപോലെ ഇത് കണ്ടോ, ഈ ക്രാബ് പോലത്തെ ഇവന് ഈ സാധനം കൂടെ തേച്ചിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. കേക്കൊന്നും കൊടുക്കണ്ട. ഇത് ഇങ്ങോട്ട് പോകണമെങ്കിൽ അവന് കേക്ക് കൊടുക്കണം. വന്നിട്ടുണ്ടേ കഴിഞ്ഞു. ഈ ലെവൽ ഞാൻ എത്ര കിടന്ന് കുത്തിയിരുന്ന് ഗ്രൈൻഡ് ചെയ്യാന്ന് അറിയൂ. പിന്നെ ഇത് നോർമലി കണക്കുള്ള ലെവലൊന്നും അല്ല ഗൈസ്. കിടന്ന് കുത്തിയിരുന്ന് പണിയാണ്. ഞാൻ ഈ ഒരു ഗെയിം സത്യം പറഞ്ഞാൽ മൊത്തം കളിച്ച് വെച്ചത് എനിക്ക് മതിയായിരുന്നു. പിന്നെ ഞാൻ വെറുതെ ഒരു സുഖത്തിന് കളിച്ചതേ ഉള്ളൂ. പോതാ ഇറങ്ങി പോതാ. കള്ള കുതുപ്പാന്ന് കഴിച്ചു, ഭയങ്കര കുതുപ്പാണ്. പിന്നെ ഇത് മറ്റവനുണ്ട്. അവൻ്റെ സുനാപ്പി എടുക്കാൻ പോകുന്നതിന് മുമ്പ് അവൻ എൻ്റെ സുനാപ്പി എടുക്കും. പോതാ ഞാൻ ഒന്ന് സുനാപ്പി എടുത്ത് അവൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഇതിലൂടെ ചാടിക്കഴിഞ്ഞാണ്ടല്ലോ, ഇപ്പം ഇതിലൂടെ ചാടിക്കഴിഞ്ഞാൽ ഹെൽത്ത് വീണ് ചാവും ഗൈസ്. നമുക്ക് ഇവൻ്റെ ഒരു സാധനം ഗൈസ്, അതെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവിടെ എത്തുമ്പോഴേക്കും വരും. നമ്മൾ മാക്സിമം സ്പീഡ് എടുത്തിട്ട് വേണം ആ സാധനം നമ്മൾ മോഷ്ടിക്കാൻ. അയ്യോ അരിച്ച് പോടാ. അവൻ ഒരു അടി അടിച്ചിട്ടങ്ങ് പോയി. അണ്ണൻ ഇനിയൊരു ഹെൽത്ത് കൂടി ഉള്ളു ഗൈസ്, അത് നിങ്ങൾക്ക് മറക്കരുത് ഗൈസ്. എനിക്ക് വേണമുണ്ടല്ലോ അതുകൊണ്ട് ഇവൻ ഈ സാധനം കൊടുത്തിട്ട് ഇങ്ങോട്ട് പോയിട്ട് ഇവളെ രക്ഷിക്കാൻ എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാനത് ചെയ്യില്ല. കാരണം നമുക്ക് കുറച്ച് അധികം അപ്പം ചതിക്കാനെ ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെ ഒരു ബഗ് ഉണ്ട്, അത് ഈ ഫോണിനകത്ത് വർക്കാവത്തില്ല ഗൈസ്. ആ ഗ്ലിച്ച് ഇതിനകത്ത് ഉണ്ടാവില്ല. അത് വളരെയധികം നല്ലതാണ്. ആ ഗ്ലിച്ച് ഇല്ലാത്തത് പക്ഷേ പോയി നമ്മൾ ചത്ത് പോയി. കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാൽ എന്താ അറിയോ, നമുക്കൊരു ഹെൽത്തേ ഉള്ളൂ. നമ്മൾ കൂടി ചാവാനാണെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല. നമ്മൾ മറ്റേ ഫോണിൽ കളിക്കുമ്പോൾ ഒരു ബഗ് ഉണ്ട് ഗൈസ്. ഇടയ്ക്കൂടെ ആ മണ്ണിനിടയ്ക്കൂടെ നമ്മൾ താഴെ വീട് വേറെ പോകുന്നത് നമ്മുടെ അപ്പാപ്പൻ്റെ അടുത്താണ് ഗൈസ്. അതല്ല പോടാ. അതിൻ്റെ താഴെയുള്ള ചുമന്ന അപ്പാപ്പൻ. ഞാൻ എടുത്തു. ഈ ചുമന്ന സാധനമുള്ള അപ്പാപ്പൻ്റെ ഗൈസ്. ഈ അപ്പാപ്പൻ്റെ സുനാപ്പി എടുക്കാൻ പറ്റില്ല. സുനാപ്പി മീൻസ് ഈ ലോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ സുനാപ്പി എന്ന് പറയുന്നതാണ്. നിങ്ങളത് കേട്ടുപിടിക്കില്ലേ? കരിങ്കാളൊന്നാണ് ഗൈസ്. ഇവൻ്റെ സാധനം അത്ര സിമ്പിളാണ് ഗൈസ്, പെട്ടെന്ന് എടുക്കാൻ പറ്റും. പക്ഷെ താഴെയുള്ള ഈ കുരിപ്പിൻ്റെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. റെഡ് ഹെൽത്ത് ഉള്ളൂ. വെറുതെ വിടറാ. കിട്ടി. നമുക്കിത് വെറുതെ അങ്ങ് ഓപ്പണാക്കി വെച്ചേക്കാം. ഓക്കെ, വെറുതെ അല്ല ഗൈസ്, ആവശ്യമുണ്ട്. വേറൊരു കാര്യം, നേരെ പോയിട്ടൊരു മൊത്തം എടുക്കുന്നു. അപ്പാപ്പൻ്റെ സാധനം എടുക്കുന്നു, ഇങ്ങോട്ട് വിടുന്നു, ഇവൻ്റെ എടുക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ മറ്റവൻ്റെ കയറി വാ. കപ്പി കരിമിനെ കഴിച്ച് വെള്ളം പോരട്ടെ. കഴിഞ്ഞു. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ലെവലാണ്. ഇതെടുക്കത്തും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ സാധനം ഞാൻ കളിച്ചിട്ടില്ല. അന്ന് കളിച്ചതാ, പിന്നെ ഞാൻ കളിച്ചിട്ടുണ്ട്. ഞാൻ കളിച്ചിട്ടുണ്ട്. അമ്മേ അപ്പൂപ്പ പേടിപ്പിച്ചല്ലോ. അപ്പൂപ്പനിട്ട് ഞാൻ പണി കൊടുക്കണ്ടേ. അമ്മേനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവൾക്കൊരു പൂ വേണം, ഇയാൾക്ക് ഒരു നട്ട് വേണം. പേടിപ്പിച്ച് കളഞ്ഞു. വന്നിട്ട് ഇതാക്കണം. ഇവള് ചാവും. അപ്പോഴേക്കും നമ്മൾ ബ്രൂത്ത് വന്നു സോക്കടിക്കും. നമുക്ക് സോക്കടിക്കുക. കാരണം സ്റ്റോക്ക് അവിടെ നിന്ന് സ്റ്റോപ്പാക്കണം. ഇവിടെ നിന്ന് വരണം, ഇതെടുക്കണം, ഇവിടെ പോകണം, ഇതടിക്കണം. അമ്മേ ഇവിടെ മേലോട്ട് പോടാ. ഒരു മീറ്റ് കൊടുക്കണം, മാതണം.
ഏഞ്ചൽ ഹീറോ പീഡിപ്പിച്ച് ഇയാൾക്ക് ഈ സാധനം കൊടുക്കുമ്പോൾ അയാൾ ആ പൂച്ചെടി വരും. പൂച്ചെടി പൂച്ചെടി അല്ലേ പറയുന്നത്? ഇയാൾക്ക് ഒരു ബോംബ് വേണം. ആ ബോംബ് എവിടെയാണെന്ന് അറിയുമോ? മാറ്റുക, വെള്ളത്തിൽ ചെല്ലുക, അടി വീഴ. ഇവനെ ഓഫാക്കണം ഗൈസ്. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് വരുന്നു, ഇതിനടക്കണം. ഇവനെ എല്ല് കൂട്ടി കൊടുത്താൽ മതി. എല്ല് കിട്ടി, വാമ്പയറിന് എല്ല് കൊടുത്തു. മറ്റേ സുണാപ്പി തരൂ, ബോംബ് തരൂ. പണ്ട് ഇവന് എല്ലല്ലായിരുന്നു ഗൈസ്, വേറെന്തോ സാധനമായിരുന്നു കൊടുക്കാൻ പറ്റും. എന്നാ വേറെ കിട്ടി. മതി. അപ്പോൾ ഗൈസ് ബാക്കി കുറേ ലെവലുണ്ട്, ഇതൊക്കെ ഞാൻ പിന്നെ കളിച്ച് തീർക്കാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കൊന്നും ചെയ്യേണ്ട ഗൈസ്. ഞാൻ ഈ ലാസ്റ്റത്തെ ഈ ഒരു ഇതും കൂടി കംപ്ലീറ്റ് ആക്കാൻ നമ്മുടെ ശ്വാസം നിർത്തി. അയ്യോ വണ്ടെന്ന് പൊട്ടനെന്ന് പറഞ്ഞാൽ ഇവിടെ അയ്യോ പാമ്പ്. നമ്മൾ നേരെ വരുന്നു, ഇവിടെ വരുന്നു. എന്ത് ഇറങ്ങിപ്പോതാ. എന്നിട്ട് ഇത് മൊത്തം എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നൈസിൽ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാണ്ടായിരുന്നു. വെച്ചിട്ട് ഇറങ്ങിപ്പോ. ഈ സീനില്ല, ഈ സീന് നമുക്ക് പേടിക്കാനിട്ട് അവിടെ വെച്ച സാധനം കണ്ട ഇതുപോലത്തെ ഈ ഐറ്റം ഇതാണ് കേസിൻ്റെ ഡേഞ്ചർ. ദേഹത്ത് തട്ടിയ എൻ്റെ ഈ റോസാപ്പൂ ഇല്ലേ, ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാവുന്ന വെച്ചാൽ എടുക്കാൻ പോകണ്ട കേസ്, പണി പാടും. അയ്യോ വാ, തുറന്നു അടിച്ചു കയറ്റി തുറന്നു. എടാ ചെലന്തിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്, തല തട്ടിയാൽ മതി. വരിക്കും ഞാനെന്ത് ഇവന് വെല്ല് വേണം. വെല്ലിന് ഭയങ്കര ക്ഷാമമാണ്. അയ്യോ ഇതിന് കിഴി വേണം. തിരിച്ച് നമ്മൾ മറ്റേ അയാളെടുത്ത് പോകണം. ആരാന്ന് മനസ്സിലായോ? നമ്മുടെ മത്തിയുള്ള ഫുട്ബോളുകാരൻ. ഇവൻ്റെ അടുത്താണ് കീ ഉള്ളത്. അയ്യോ എല്ലായിരുന്നു. അപ്പോൾ മറ്റവൻ്റെ അടുത്തായിരിക്കും കേസ് കീ ഉള്ളത്. എനിക്കും അടുത്ത് ജസ്റ്റ് കേട്ടാ, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റവൻ്റെ കണ്ണാക്കി ചേർന്ന് മാറും. ഗെയിം തീർന്ന് കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞ ഗൈസ് സംതിങ് ആയിട്ടുണ്ട്. പിന്നെ ഗൈസ് 1 2 3 4 ലെവലോട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഞാൻ ലൈക്ക് ചെയ്യാൻ ബൈ.